വണ്ടിയുടെ പമ്പ് പണിയാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള പ്ലാൻ ചെയ്തു കേട്ടോ. കാരണം വർക്ക്ഷോപ്പ് തന്നെയാണ്, പമ്പ് പണിയെടുത്ത് കൊണ്ടുപോയിട്ട് അഴിച്ച് അവരെന്നെ കയറ്റി സെറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വീണ്ടും ഒരഴിച്ച് അങ്ങനെ എല്ലാം റെഡി ആയിക്കോളും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിലവിൽ വണ്ടിയുടെ ടയർ, ബ്രേക്ക് ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. കാരണം ഈ വണ്ടി ഓടിക്കുമ്പോഴോ തള്ളി നിൽക്കുമ്പോഴോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എത്രത്തോളം ടൈറ്റാണ് ബ്രേക്ക് എന്നുള്ളത്. അപ്പോൾ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയർ കാര്യങ്ങളൊക്കെ അഴിച്ച് റെഡിയാക്കണ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ, ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത് കേട്ടോ ഈ വണ്ടിക്ക്. ഫ്രണ്ട് സസ്പെൻഷൻ അതിനുള്ള സെറ്റപ്പാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സംഭവം കൊണ്ട് സ്റ്റിയറിങ്ങിൻ്റെ ഇത് വന്നേക്കണം ഇവിടെ, സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് വന്നേക്കണം കേട്ടോ. അതുകൊണ്ട് ആ ബോക്സിൽ നിന്ന് ഈ പൈപ്പ് വഴി വന്ന് താഴെ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ബോക്സ് വെച്ച സംഭവമുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അങ്ങനെയാണ് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഈ സാധനമൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമോ ആവോ, അതിന് ഉണ്ടാക്കി എടുക്കേണ്ടി വരുമോ എന്നൊന്നും എനിക്കൊരു പിടി കിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ആക്ഷൻ വരുമ്പോഴത്തേനും തട്ടാനുള്ളൊരു ബലൂൺ പോലത്തെ ഒരു സാധനമുണ്ട്, ബുഷ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെയൊക്കെ എല്ലാം ജാമായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. എല്ലാം അഴിച്ച് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അഴിച്ച സമയത്താണ് ഇതെല്ലാം കാണുന്നത്. പിന്നെ ഇതിൻ്റെ ചെയ്സ് കണ്ടോ, റൗണ്ട് ടൈപ്പ് ചെയ്സാട്ടോ വരുന്നത്. ഫുള്ള് റൗണ്ട് പൈപ്പ് പോലെയാണ് അതിൻ്റെ ചെയ്സ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ചിലപ്പോൾ തട്ടിമുട്ടി കഴിയുമ്പോൾ ശരിയാവുമെങ്കിൽ ശരിയാവും, അതല്ലെങ്കിൽ പയ്യൊന്ന് അടിച്ച് നിവർത്തി പയ്യൊന്ന് റെഡിയാക്കി എടുക്കുകയും വേണം കേട്ടോ. വണ്ടിൽ ഇന്നെ ഗിയർ ബോക്സ് വന്നേക്കണ കണ്ടോ, അല്ല സ്റ്റിയറിംഗ് ബോക്സ് കേട്ടോ, സോറി. അപ്പോൾ പൈപ്പ് കണ്ടോ, റൗണ്ട് പൈപ്പ്. അതിൻ്റെ ഉൾവശം ഹോളാണോ അതെയോ ഒറ്റ പൈപ്പാണോ എന്നറിയത്തില്ല. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള മെക്കാനിസം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അല്ലേ, ഇത് ഞാനിപ്പോൾ പുതിയതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ താറിലായിരുന്നു സസ്പെൻഷനൊക്കെ കണ്ടിരുന്നത്, താറ്, ബൊലേറോ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ. പഴയ വണ്ടികളും ഇങ്ങനെ ആയിരുന്നില്ലേ. അപ്പം നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. ജീപ്പിനെ പറ്റി ഒന്നും അറിയാൻ പാടാണ്ട് ജീപ്പ് എടുത്ത് നമ്മൾ പണിത് പഠിച്ച പോലെ തന്നെ ഇനി ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം പഠിച്ച് വരണം. ഇതിൻ്റെ സിലിണ്ടറൊക്കെ ബ്ലോക്കാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഉണ്ടോ, അതൊക്കെ വെച്ച് ടൈറ്റായിട്ടിരിക്കണ പോലെയാണ്. ഞാൻ ഇന്നലെ അഴിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി വേണം ബാക്കിയുള്ള 4 ടയറും ടെസ്റ്റ് ചെയ്തിട്ട് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. അതിനുള്ള സെറ്റപ്പിലേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇന്ന് മിക്കവാറും വർക്ക്ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ പോകുമ്പോൾ ഉള്ളതും കൂടെ കൂട്ടിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പമ്പ് പണിയാണ് എടുത്ത് കൊണ്ടുപോയിട്ട് പമ്പ്, നോസിലെ കാര്യങ്ങൾ എല്ലാം ശരിയാക്കണം. പിന്നെ ഡോറ് ലോക്കൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കണം. ഇത് അംബാസഡറിൻ്റെ ലോക്കാന്ന് കേട്ടോ പറഞ്ഞേ. അത് ഒരു കണക്കിന് നന്നായി അതാക്കിയത്. പിന്നെ ബാറ്ററി പെട്ടി സീറ്റിനടിയിലേക്ക് ആക്കാനുള്ളതാണ്. അപ്പോൾ എന്നായാലും വണ്ടി കൊണ്ടുപോകണതിൻ്റെ വീഡിയോയും കാണാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക് എല്ലാം ജാമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു പമ്പ്, ബ്രേക്കിൻ്റെ പമ്പ് ചെയ്യണ പമ്പും അടഞ്ഞിരിക്കുമായിരുന്നു. അതും ചവിട്ടിയിട്ടങ്ങ് എന്നാ പറഞ്ഞാൽ മൊത്തം തുരുമ്പൊക്കെ അതിൻ്റെ അന്ന് വന്നുകൊണ്ടിരുന്നത് എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം അഴിച്ച് റെഡിയാക്കി. അതുപോലെ 4 ബ്രേക്ക് കണ്ടതിൽ 3 എണ്ണവും അടഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ നേരത്തെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ചവിട്ടിയാൽ അങ്ങ് ആവുന്നില്ലായിരുന്നു. ചവിട്ടി നമ്മൾ കല്ല് പോലെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരു ചവിട്ടൊക്കെ ആകുന്നത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്ലേ വന്നത് ബ്രേക്കിന്. അപ്പോൾ ആ പമ്പിൻ്റെ സാധനമെല്ലാം അഴിച്ച് അതിൻ്റെ അകത്ത് ഒരു സ്പ്രിങ് ഉണ്ടായിരുന്നു. ആ സ്പ്രിങ്ങാണ് അതിൻ്റെ അകത്ത് തുരുമ്പെടുത്ത് ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഒരു പൈപ്പിൽ കൂടെ മാത്രമാണ് ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരുന്നത്. ഒരെണ്ണത്തിൽ കൂടെ പോകത്തില്ലായിരുന്നു കേട്ടോ. അത് അഴിച്ചപ്പോൾ തന്നെ തുരുമ്പായിരുന്നു ചീറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് അഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സിലിണ്ടറുകൾ അഴിച്ച് മാറി. അത് മേടിക്കാൻ വേണ്ടിയിട്ട് എന്തോരം സ്ഥലത്ത് തപ്പി നടന്നു അറിയും. തൊടുപുഴയിൽ തപ്പിയിട്ട് ഒരെണ്ണം കിട്ടി, ഒരു ടയറിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ടയറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടി. അതായത് അതിൻ്റെ സിലിണ്ടറിൻ്റെ ബ്രാക്കറ്റ് കേട്ടോ,
അതിനിട്ട് പിന്നെ തപ്പാൻ വേണ്ടി പോയത് മൂവാറ്റുപുഴയിലാണ്. കുറേ ഒരിടത്തും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മൂവാറ്റുപുഴയിൽ പോയി. മൂവാറ്റുപുഴയിൽ പോയി തപ്പിയിട്ടാണ് അതിൻ്റെ സിലിണ്ടറിൻ്റെ ബ്രാക്കറ്റ് 2 കിട്ടിയത്. എന്തായാലും 2 കിട്ടി, 3 ആവശ്യം വന്നുള്ളൂ. 4ാമത്തെ ടയർ ഓക്കെ ആയിരുന്നത് കൊണ്ടും കഷ്ടി രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതേ ഫിൽറ്റർ അഴിച്ച് നോക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. DSL ഫിൽറ്റർ എങ്ങനെയുണ്ട്, എത്ര നാളായിരിക്കുന്നു. കാരണം വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും അങ്ങനെ വെള്ളപ്പൊക്കം വരാമെന്നിങ്ങനെ ആശാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിൽറ്ററും കൂടെ അഴിച്ച് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫിൽറ്ററും അഴിച്ചു. എയർ ഫിൽറ്റർ പിന്നെ അതിൻ്റെ കണക്ഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഊരിയിട്ടേക്കുക. കാരണം അവിടെ ഇച്ചിരി ഒന്ന് പെട്രോളൊന്ന് മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള തീരുമാനം. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടും പമ്പിൻ്റെ വർക്കിങ്ങിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടും എയർ ഫിൽറ്ററിൻ്റെ അവിടെ പൈപ്പ് ഊരിയിട്ടേക്കും കേട്ടോ. ഫിൽറ്റർ അഴിച്ചപ്പോഴേക്കും അതിൻ്റെ അകത്ത് ചെളിയായിരുന്നു കേട്ടോ. ആ പ്ലേറ്റിന് ആ ഡിഷിൻ്റെ പുറത്ത് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന് ഊറ്റിക്കളഞ്ഞതാണ്. കാരണം ചെളി പിടിച്ചിരിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും ചെളിയുള്ളത് കൊണ്ട് ഡീസൽ ടാങ്ക് ഒന്ന് ചോർത്തി നോക്കണം എന്ന് തീരുമാനിച്ചു കേട്ടോ. കണ്ടില്ലേ ചെളി കിടക്കണ കണ്ടോ. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു ഫിൽറ്ററിൻ്റെ അകത്തായിരുന്നു കേട്ടോ അത്രയും ചെളി ഉണ്ടായിരുന്നത്. ബോഷിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നായാലും ഫിൽറ്റർ 2 പുതിയത് മേടിക്കണം. ഇത് ശരിക്കും ഒന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് ഡീസൽ ടാങ്കിൽ ചോർത്തിയിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി നോക്കണം. അതിൻ്റെ അകത്ത് നിറച്ച് കഴിഞ്ഞ ദിവസം കാര്യം പറഞ്ഞാൽ വന്നു 10,000 ഡീസലൊക്കെ അടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും ചെളി ഉണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ ഫിൽറ്ററിൻ്റെ അത് നിറച്ച് ചെളിയായിരുന്നു. അത് മൊത്തം അടിഞ്ഞ് ചെളിയാണോ തുരുമ്പാണോ എന്തായാലും അത് അതിൻ്റെ അകത്ത് അടിഞ്ഞ് കൂടിയേക്കും കേട്ടോ. അത് അതിന് മൊത്തം കുത്തി ക്ലീൻ ആക്കിയിട്ട് വേണം ഫിൽറ്റർ മേടിച്ചിടാൻ. ഭാഷ പതുക്കെ ഒന്ന് കുത്തി ക്ലീൻ ചെയ്യുവാണ്. ഞാൻ കുത്തി ക്ലീൻ ചെയ്യുമ്പോഴേക്കും നീ പോയി ഫിൽറ്റർ മേടിച്ചോടാ പോയി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചു. കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഫിൽറ്റർ മേടിച്ചിട്ട് വന്നു. നമ്മൾ മേടിച്ചതും ബോഷിൻ്റെ തന്നെയാണ് കേട്ടോ. ബോഷിൻ്റെ ഫിൽറ്റർ 2 മേടിച്ചു. ഡീസൽ ടാങ്ക് ചോർത്തി നോക്കി കേട്ടോ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അതിൻ്റെ അകത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് സമാധാനമായി. കാരണം 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അത് നിറഞ്ഞു. അങ്ങനെ നിറച്ച് വെള്ളം വന്നു കേട്ടോ. നിറച്ച് വെള്ളം പോട്ട് ഡീസലായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അതുകൂടാണ്ട് ടയർ കയറ്റി തരുന്നുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് വേണം പൊക്കാൻ. ഈ ടയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്കപ്പിനൊക്കെ വരുന്ന സൈസാട്ടോ ടയർ വരുന്നത്. അപ്പോൾ നമ്മുടെ പിക്കപ്പിൻ്റെ ടയർ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കൊടുത്തു എന്ന് എൻ്റെ ഇക്ക പറഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ അത് 2 മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ സാധാരണ നൈലോൺ ടയറും കൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് മറ്റേ റേഡിയൽ ടയർ ആണെങ്കിൽ കുറച്ചുകൂടി യാത്രാസുഖം കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തന്നെ റേഡിയൽ ടയർ തപ്പിപ്പിടിച്ച് മേടിക്കണം. ഈ ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പും മേടിക്കുമ്പോഴത്തേനും കമ്പനി വിടുന്നത് റേഡിയൽ ടയറാണ് വരുന്നത്. അപ്പോൾ അത് ലോഡ് കയറ്റാനുള്ളത് കൊണ്ട് റേഡിയൽ ടയർ മാറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ മേടിച്ചിടണം എന്നാട്ടോ ആഗ്രഹം. നമുക്കത് അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓടിച്ചിന് പമ്പ് പണിയാണ്. വണ്ടി കാല് കൊടുത്തിട്ട് അങ്ങ് നീങ്ങുന്നില്ല. പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കുമ്പോഴാണ് 3rd 4th ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ലെവൽ വഴിക്കാണെങ്കിൽ 2nd പോകാം. കയറ്റുവാണെങ്കിൽ ഫസ്റ്റിൽ ഇട്ടാൽ തന്നെ ഏകദേശം വലിഞ്ഞാൽ കയറി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് പമ്പിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. പമ്പും നോസിനും ഒന്ന് അഴിച്ചൊന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കാൻ കേട്ടോ. കണ്ടോ നല്ല തീ പോലെ പോകുന്നുണ്ട്. ചെറിയൊരു ഇറക്കം കേട്ടോ. അതുകൊണ്ട് ഇത് 4th ഇട്ടു. പിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പണിത് കഴിഞ്ഞപ്പോഴാട്ടോ 4th തന്നെ ഇടാൻ പറ്റിയത്. അതിന് മുമ്പ് 4th ഇട്ടാൻ വേണ്ടി അനങ്ങത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് അങ്ങനെ പോവുക. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഇനി പമ്പ് പണിയാൻ കൊടുക്കണം. ഒരു വൈബൊക്കെ ആയിരിക്കും. പിന്നെ ആൾക്കാരുടെ നോട്ടം അത് വേറെ ലെവലാട്ടോ. കാരണം നമ്മളിപ്പോൾ വേറെ വണ്ടി പോയി കഴിഞ്ഞാൽ ഇത്രയും നോട്ടം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടും ഉള്ള രീതിയിലാട്ടോ ആൾക്കാർ നോക്കണേ. മൊത്തം ആളുകളും വണ്ടി കണ്ടു കഴിഞ്ഞാൽ നോക്കും. അത് നോക്കാണ്ടിരിക്കത്തില്ല കേട്ടോ. അങ്ങനെയൊരു പിന്നെ ബാക്കിലത്തെ ടയർ ഷട്ടറിലൊക്കെ ചാടിയാൽ അറിയാൻ കൂടിയില്ല. അത്യാവശ്യം നല്ലൊരു ആക്സിഡൻറ്റ് ഉണ്ട്. ആ വീട്ടിലെ ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട്. ഇത് ഗിയർ എവിടെയും കാരണം ഇവിടെ ചെറിയൊരു കയറ്റം പോലെയുണ്ട്. ഈ കയറ്റങ്ങൾ എവിടെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റണമെങ്കിൽ ഈ വണ്ടിയും കൊണ്ട് പോകണം. കാരണം ഓരോ കയറ്റവും നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ശോഭം. കാരണം പമ്പ് തീരെ ശരിയല്ല. എന്തായാലും വെള്ളം കൊണ്ടുപോയി കൊടുത്ത് സെറ്റാക്കി എടുക്കണം. എന്തായാലും ഇവരൊക്കെ എന്താ ഈ നോക്കുന്നേ എന്നുള്ള ചോദ്യം ഇടാൻ പറ്റിയ വണ്ടിയാട്ടോ. തിരിഞ്ഞു നോക്കിപ്പോയി നേരെ പോയി തട്ടി വീഴും. പക്ഷെ ഇപ്പം നല്ല തീ പോലെയാട്ടോ. ഇപ്പം അത്യാവശ്യം സ്പീഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വണ്ടിക്ക്. എന്തായാലും ഇന്നൊരു ദിവസം ഇത് ഓടിച്ചിടാക്കാം. അങ്ങനെ നാളെ രാവിലെ കൊണ്ടുപോയി
വണ്ടി പമ്പ് സർവീസ് ചെയ്യാം. ഒരു രസം ഓടിച്ചു നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ലൊരു പ്രത്യേക ഒരു വൈബട്ടോ. അവിടെ ചുമ്മാ ഓടിച്ചിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തി. തൊടുപുഴ കുമ്പങ്കല്ലാട്ടോ. തലംകുത്തി മറിയുവാണോ? എന്താ നോക്കാം. ഉമ്മച്ചിയാ ആണോ? രാവിലെ തന്നെ വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പമ്പ് പണിയാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് പോകട്ടോ. പുക ഉണ്ടോ? കുറഞ്ഞാട്ടോ പോകാം. പമ്പ് പണിത് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും ഒരു വിശ്വാസത്തിന്റെ പുറത്താട്ടോ പോണേ. അതിനാൽ ഇതിനെ കൊണ്ടേ പമ്പ് പണി എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കണം. മൊത്തം വണ്ടിയുടെ മരുന്ന് സാമഗ്രികളൊക്കെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ മരുന്ന് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ആണല്ലോ മെയിനായിട്ട്. ഫ്ലൂഡ് കാര്യങ്ങൾ, ബ്രേക്കെല്ലാം ജാമായിരുന്നു കേട്ടോ. ഇത് മേലത്തെ കവർ ഊരി വെച്ചേക്കുക. എന്നായാലും ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ഓടിച്ചുകൊണ്ട് നടക്കാൻ പാത്രം ഒന്ന് ആയി കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പാച്ച് വർക്കൊക്കെ പിന്നെ സമാധാനമുണ്ട്. കുറച്ച് തുണയാട്ടോ, എന്നാലും സമാധാനമുണ്ടോ. പിന്നെ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ബീഡിങ്ങുകൾ ഉണ്ടോ, ഈ ബീഡിങ് അങ്ങനെയുള്ള ബീഡിങ്ങുകളൊക്കെ നിങ്ങളുടെ ആരുടെയും പരിചയത്തിൽ എവിടെയെങ്കിലും കിട്ടാണ്ട് ഒന്നും അറിയില്ല. എങ്ങനെയെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം നമ്മൾ നേരെ പമ്പ് പണിയാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ പമ്പ് പോണത് കിട്ടിയിട്ടോ അതിൻ്റെ സന്തോഷമായിട്ട് ഇപ്പം. കാരണം വണ്ടി തേടിലൊക്കെ കാലെടുക്കുമ്പോൾ തീ പോലെ പറക്കണ്ട്. മീറ്ററൊക്കെ വർക്കിംഗ് ആണ് വെച്ച് 40 കിലോമീറ്റർ സ്പീഡിലേക്ക് കയറുന്നു. നേരത്തെ വണ്ടി ഗിയറിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതേ ഇപ്പം തേടിൽ പുറത്തിന് എൻ്റെ പൊന്നെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ കേട്ടോ. പമ്പ് പോണതെപ്പോഴേക്കും അതിൻ്റെ അടിപൊളിയായി. ഇനി പതുക്കെ കുറച്ച് ദിവസം ഉപയോഗിച്ചത് മരുങ്ങായി കഴിഞ്ഞതിന് ശേഷമാണ് പാച്ചവർക്കിനെ പറ്റി ആലോചിക്കുള്ളൂ. ഇപ്പം ചുമ്മാ പൊളി സാധനമായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വണ്ടി നമ്മൾ വർഷത്തിൽ കൊണ്ടിട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞോട്ട് ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി കുറേ പേര് നമ്പർ മേടിച്ച് കൊടുക്കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് എടുത്തത് എങ്ങനെയാണെന്നും എടുത്തതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. എന്നായാലും വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി അവന്മാരൊക്കെ അടുത്തേക്കൊന്ന് പോട്ടെ. ഇനി എല്ലാവരും ഒന്ന് പോയി കണ്ട് ഒന്ന് ഓടിച്ചു നടക്കാൻ പറ്റിയ സമാധാനമായത് ഇപ്പോഴാട്ടോ. എന്തായാലും അടിപൊളി. എന്തായാലും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കാണാൻ എന്നായാലും വണ്ടി ഇപ്പം അടിപൊളിയായി. അപ്പം എന്നായാലും അടുത്ത ദിവസം ബാക്കി വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ. നിയാസികയ്ക്ക് സന്തോഷം കാരണം വണ്ടി ഓടിച്ച് കളിക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, പാട്ടല്ലേ. ആഹാ, നിയാസിക ഭയങ്കര സന്തോഷത്തിലാണ്. ഉള്ളിടത്ത് ഇവിടെ എല്ലാം ലാലാപാടി നടക്കുക, ഇറങ്ങി ഉള്ള ആൾക്കാരെ മൊത്തം മഞ്ഞ കാണിക്കാൻ പറ്റും. ഈ കാണുന്നത് ബ്ലോക്കാണ്. പമ്പോടുന്ന വണ്ടി തീയായിട്ടോ ജെറ്റിട്ട് പോകാൻ വേണ്ടി. നേരത്തെ പുക തുപ്പിക്കൊണ്ടാണ് നടന്നോണ്ടിരുന്നത്, മരുന്നടിക്കാൻ നടക്കണ വണ്ടി പോലെ. വണ്ടി കഴുകിയിട്ട് പോയി പൊല്യൂഷൻ എടുക്കാം. പൊല്യൂഷന്റെ പേപ്പർ ഉണ്ട്, അതിനകത്ത് ഡേറ്റ് ഇല്ല. അത് ആ പുള്ളി തന്നാട്ടോ, നമുക്ക് വണ്ടി വന്ന പുള്ളി തന്നാട്ടോ.